തങ്ങൾ പറയുന്നുണ്ട്, നരകമെന്ന് പറയുന്ന ഭയാനകമായ തീകുണ്ടാരം, ആ നരകത്തിൽ ഒരു ജയിൽ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകം തന്നെ ഭയാനകമാണ്. ആ നരകത്തിൽ ഒരു ജയില്, ബൂലസ്. ആ നരകത്തിന്റെ പേര് ബൂലസ് എന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പ്രിയപ്പെട്ട മുത്തുനബിയേ, നരകമെന്ന് പറയുന്ന ഭയാനകമായ തീകുണ്ടാരത്തില് ബൂലസ് എന്ന നരകത്തിന്റെ ജയിലിലേക്ക് ആരാണ് കടന്നു പോകുന്നത്? പ്രിയപ്പെട്ട മുത്തുനബിയേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, ബൂലസ് ഉണ്ടല്ലോ, നരകത്തിലെ ജയിലില് വല്ലാത്ത ഭയാനകമാണോ? ആ ജയിലിലെ തീയുണ്ടല്ലോ, അത് വല്ലാത്ത വേദനാജനകമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്ന, നബിയേ, ആർക്കാണ് പടച്ചറപ്പ് ബൂലസ് കൊടുക്കുന്നത്? നബി തങ്ങൾ പറയുകയാണ്, ഈ നരകത്തിലെ ജയിലാകുന്ന ബൂലസ് ഉണ്ടല്ലോ, ആ ബൂലസിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ, അവർ പരലോകത്തേക്ക് കടന്നു വരുന്നത് അവർക്ക് മനുഷ്യന്റെ രൂപമാണ്, പക്ഷേ ചെറിയ ഉറുമ്പിന്റെ വലിപ്പത്തിലാണ് അവർ പരലോകത്തേക്ക് കടന്നു വരുന്നത്. സംഭവം മനുഷ്യന്മാർ തന്നെയാണ്, പക്ഷെ ചെറിയ ഉറുമ്പിന്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ ഇവിടൊക്കെ ഓരോ ഉറുമ്പുകൾ നടക്കുമ്പോ ആ ഉറുമ്പിന്റെ വലിപ്പം നമുക്കറിയാം. ആ വലിപ്പത്തിൽ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരും. പക്ഷെ അവര് മനുഷ്യന്മാരാണ്, കയ്യും മൂക്കും ഒക്കെ ഉണ്ട്, മനുഷ്യന്മാരുടെ രൂപം തന്നെ, പക്ഷെ ഉറുമ്പിന്റെ വലിപ്പമാണ്. അങ്ങനെ പരലോകത്തേക്ക് കടന്നു വരുന്ന വിഭാഗം അവർ ബൂലസ് എന്ന നരകത്തിന്റെ ജയിലിലേക്കുള്ളതാണ്. സ്വഹാബത്ത് ചോദിക്കുന്ന, നബിയെ, ആരാണ് ബൂലസ് എന്ന നരകത്തിന്റെ ജയിലിലേക്ക് ഈ രൂപത്തിൽ കടന്നു വരുന്നത്? ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുന്നു, ഹും മുതകബ്ബിറൂൻ, ദുനിയാവിൽ അഹങ്കരിച്ചവരാണ്. അല്ലാഹ് തന്ന നിയമത്തെല്ലാം ആസ്വദിച്ചിട്ട് നന്ദിയില്ലാതെ ധിക്കാരത്തോടെ ജീവിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ ജീവിച്ചു പോയവരുണ്ടല്ലോ, ഞാൻ വലിയവനാണെന്ന ചിന്തയോട് ദുനിയാവിൽ ജീവിച്ചവരുണ്ടല്ലോ, അവർ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത് ചെറിയ ഉറുമ്പിന്റെ വലിപ്പത്തിലാണ് പരലോകത്തേക്ക് കടന്നു വരുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ദുനിയാവിൽ വലിയവനാണ്, ഞാൻ എന്തോ ആണെന്ന ചിന്തയോട് ജീവിച്ചവരാണ്, അവർ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത് ഏറ്റവും ചെറിയ രൂപത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.